നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. ജനുവരി 4-5 തീയതികളിലായിരുന്നു സംഗമം. മൃഗക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആവളിയിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നുവന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. മൃഗക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പാൽ എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് അത് നമ്മുടെ പാലക്കാട് ജില്ലയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയാണ്. ഒരു ദിവസം അവരുടെ കണക്ക് പരിശോധിച്ചാൽ 2,50,000-ത്തിനപ്പുറം ലിറ്റർ പാല് ഒരു ദിവസം അവർ സംഭരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കുറേ നമുക്കറിയാം പ്രദേശങ്ങളിൽ അവർ ചില്ലറ വിൽപ്പന നടത്തിയിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് നമ്മുടെ മേൽമൈ ലഭ്യമാണ്. അത് ഇവിടുത്തെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 1,00,000-ഓളം ലിറ്റർ പാല് മാത്രമാണ് നമ്മുടെ ഇവിടെ ഡെയിലി കളക്ട് ചെയ്യുന്നത്, ഒഴുകിക്കൊടുക്കുന്നത്. അപ്പോൾ എത്ര കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കർഷകർ ഉള്ളത് നമ്മുടെ ഇന്ത്യക്കാരായിട്ട് അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാലിൽ കൂടി നമ്മുടെ രാജ്യം മുന്നോട്ട് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ ഉത്പാദനക്ഷമത ഇന്ത്യയിൽ പഞ്ചാബ് മുന്നിൽ നിർമ്മിക്കുകയാണ്. 14.something അവരുടെ ഉത്പാദനക്ഷമത ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളം 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ കേരളം 2ാം സ്ഥാനത്ത് എത്തുമ്പോൾ കേരളത്തിൽ നമ്മളെടുത്ത് കണക്ക് നോക്കിയപ്പോൾ 10.something മാത്രമാണ് ഒരു പശുവിൽ നിന്ന് ആവറേജ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ പാലിലധികം കേരളത്തിൽ നമുക്ക് സങ്കരയിന പശുക്കളാണ് ഇന്ന് 95% കേരളത്തിലുള്ളത്. നമുക്കറിയാം അത് എങ്ങനെയാണ് സങ്കരയിന പശുക്കൾ ഇത്രയധികം കേരളത്തിലുണ്ടാകും. കുറച്ച് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ കർഷകർ മേടിക്കുന്നു. കേരളത്തിൽ KLTP വഴി നമുക്ക് അത്തരത്തിലുള്ള ബീജം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉത്പാദിപ്പിച്ച് നമ്മുടെ ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള ബീജം അവരുടെ വീടുകളിൽ എത്തിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് KLTP വഴി. എന്നാൽ കേരളത്തിൽ അധികമാണ് ഒരുപാട് നമുക്ക് ഇത്തരത്തിലുള്ള ബീജം കേരളത്തിലുണ്ട്. ഇപ്പോൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ കൂടി കേരളത്തിൻ്റെ ബീജം കൊടുക്കുവാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് KLTP. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് K. യൂസഫ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലയിലെ മികച്ച ക്ഷീരസംഘത്തിന് പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് ക്ഷീര കർഷക മേഖലയിലെ പ്രമുഖരെ വേദിയിൽ ആദരിച്ചു. കന്നുകാലി പ്രദർശനത്തിൽ വിജയികളായവർക്കും ഡയറി ക്വിസ് മത്സര വിജയികൾക്കും സമ്മാന വിതരണം നടത്തി. രജനി മുരളീധരൻ, ഡോക്ടർ KR ഗുണദീത, ഷീബ ഖമർ, സ്വപ്ന S, ജോർജ് കുട്ടി, പ്രദീപ് PP, KK ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KK നാരായണക്കുറുപ്പ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജിജ KM നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.